നമസ്കാരം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. ആധുനിക ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ദ ഡെൽസി വാർസ് അഥവാ ഡെൽസി യുദ്ധങ്ങൾ. വളരെ സിനിമാറ്റിക്കായ മികച്ച നിലവാരമുള്ള ഒരു ദൃശ്യാനുഭവത്തിലൂടെ ഈ നിഗൂഢ ലോകത്തേക്ക് നമുക്കൊന്നിറങ്ങിച്ചെല്ലാം. ഇതിന് ആധാരമായ പ്രധാന ഉറവിടം 1996-ൽ ബ്രാൻഡൻ പബ്ലിഷ് ചെയ്ത ദി ഡെൽസി വാർസ് എന്ന ഈ ബുക്കാണ്. രഹസ്യ ഗവൺമെന്റ് പ്രോജക്റ്റുകളും ഭൂമിക്കടിയിലെ അന്യഗ്രഹ ജീവികളുടെ അജണ്ടകളുമൊക്കെയാണ് ഇതിൽ പറയുന്നത്. യാതൊരു മുൻവിധികളുമില്ലാതെ തികച്ചും നിഷ്പക്ഷമായി ഈ ഞെട്ടിക്കുന്ന അവകാശവാദങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വലിയ മിഥ്യാധാരണയുടെ ചുരുളഴിക്കാൻ പ്രധാനമായും 4 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. സീക്രട്ട് ബ്ലാക്ക് ബജറ്റ്, ന്യൂ മെക്സിക്കോയിലെ അസാധാരണ സംഭവങ്ങൾ, ഡെൽസി ബേസിനുള്ളിലെ കാഴ്ചകൾ, പിന്നെ അവസാനമായി അന്യഗ്രഹജീവികളുടെ ലക്ഷ്യങ്ങൾ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് തുടങ്ങി താഴേക്ക് അഗാധമായ ഒരു ഗൂഢാലോചനയുടെ കാമ്പിലേക്കുള്ള ഒരു യാത്രയായിരിക്കുമിത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. രഹസ്യ ബ്ലാക്ക് ബഡ്ജറ്റ്. ഈ അജ്ഞാത പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വരുന്നത് എവിടെ നിന്നാണെന്ന് നോക്കാം. ഇതിലേറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ഈ സംഖ്യയുടെ വലുപ്പമാണ്. ബുക്കിൽ പറയുന്നതനുസരിച്ച് വളരെ രഹസ്യമായ ഒരു ബ്ലാക്ക് ബഡ്ജറ്റ് അമേരിക്കയുടെ മൊത്ത ദേശീയ ഉൽപ്പാദനത്തിന്റെ 25% വരും. അതായത് ഓരോ 2 വർഷത്തിലും ഏകദേശം $1.25 ട്രില്യൺ. ഒന്നാലോചിച്ചു നോക്കൂ, ഇതൊരു ചെറിയ തുകയല്ല. ഇത്രയും വലിയ തുക എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുമല്ലേ? 129. ഈ നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക. 1940-കൾ മുതൽ അമേരിക്കയിലുടനീളം 129 ആഴമേറിയ ഭൂഗർഭ സൈനിക താവളങ്ങൾ നിർമ്മിക്കാനാണ് ഈ പണം ഉപയോഗിക്കുന്നത് എന്നാണ് ചില വിസിൽ ബ്ലോവർമാർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇനി നമ്മൾ അമേരിക്കയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഡെൽസിക്കടുത്തുള്ള ആർച്ചുലേറ്റ പീഠഭൂമിയിലേക്ക് വരികയാണ്. ഈ ഗൂഢാലോചനയുടെ യഥാർത്ഥ ലക്ഷണങ്ങൾ കാണുന്നത് ഇവിടെ നിന്നാണ്. ഈ പ്രദേശത്ത് നടക്കുന്ന ചില വിചിത്രമായ സംഭവങ്ങൾ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. ഗോമസ് റാഞ്ചിനടുത്തായി കന്നുകാലികളെ ദുരൂഹമായ രീതിയിൽ വെട്ടിമുറിച്ച നിലയിൽ കണ്ടെത്തുക, കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ സഞ്ചരിക്കുന്ന UFOകൾ, വിജനമായ കാടുകളിൽ അത്യായുധങ്ങളുമായി നിൽക്കുന്ന പട്ടാളക്കാർ, സംശയാസ്പദമായ വാഹനാപകടങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് സസ്യങ്ങൾ വളർന്നു നിൽക്കുന്നത്. ഇതൊക്കെ ഭൂമിക്കടിയിലുള്ള ആ രഹസ്യതാവളത്തിന്റെ അനന്തരഫലങ്ങളായാണ് ബുക്കിൽ പറയുന്നത്. ഈ സംഭവങ്ങളൊക്കെ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് രചയിതാവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മൃഗങ്ങളുടെ രക്തത്തിൽ നിന്നും ഹീമോഗ്ലോബിൻ എടുത്ത് മനുഷ്യരക്തത്തിന് പകരമുള്ള കൃത്രിമ ഘടകങ്ങൾ ഉണ്ടാക്കാനാണ് ഈ മൃഗങ്ങളെ ഉപയോഗിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്ന ഒരു ആസൂത്രിത പരീക്ഷണമാണിത്. ഇനി നമ്മൾ കഥയുടെ ഏറ്റവും ആഴങ്ങളിലേക്ക്, ഭൂമിക്കടിയിലുള്ള ഭയാനകമായ ഡെൽസി ബേസിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. തോമസ് കാസ്റ്റലോ എന്നു പേരുള്ള ഒരു മുൻ സെക്യൂരിറ്റി ഗാർഡിന്റെ വെളിപ്പെടുത്തലുകൾ വെച്ചുകൊണ്ട് 7 ലെവലുകളുള്ള ഒരു ഭൂഗർഭ കേന്ദ്രമാണ് ഈ ബുക്ക് ഡെൽസി ബേസിനെ വരച്ചുകാട്ടുന്നത്. മുകളിലെ സർഫസ് സെക്യൂരിറ്റിയിൽ നിന്ന് തുടങ്ങി താഴേക്ക് പോകുന്തോറും ഏലിയൻസിന്റെ താമസസ്ഥലങ്ങളും ജനിതക പരീക്ഷണശാലകളുമൊക്കെ നിറഞ്ഞ ഒരു ഡാർക്ക് വേൾഡാണ് അവിടെയുള്ളത്. കാസ്റ്റല്ലോ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇതൊരു പുതിയ ബിൽഡിംഗ് ഒന്നുമല്ല, മറിച്ച് ഭൂമിയിലെ പ്രാചീനമായ ഒരു ഭൂഗർഭ ശൃംഖലയെ ആധുനിക സൈന്യം ഡെവലപ്പ് ചെയ്ത് എടുത്തത് മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയെ വെല്ലുന്ന രീതിയിലുള്ളൊരു ഫീലാണിത് നമുക്ക് തരുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ലെവൽ 6 ആണ്. ഇതിനെ അവർ വിളിക്കുന്നത് നൈറ്റ്മെയർ ഹാൾ അഥവാ ദുർസ്വപ്നങ്ങളുടെ ഹാൾ എന്നാണ്. ചെമ്പ് പൂശിയ വലിയ ടാങ്കുകളിൽ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും DNA ഒക്കെ വെച്ച് അതിക്രൂരമായ ജനിതക മാറ്റങ്ങൾ അവിടെ നടക്കുന്നുണ്ടത്രേ. ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ മുഴുവൻ പുറത്തുവരുന്നത് ഡെൽസി പേപ്പേഴ്സ് എന്ന വിവാദപരമായ ചില രേഖകളിൽ നിന്നാണ്. തോമസ് കാസ്റ്റല്ലോയെ കാണാതാവുന്നതിനു മുൻപ് ഈ ബേസിൽ നിന്ന് രഹസ്യമായി കടത്തിക്കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന കുറച്ചു ചിത്രങ്ങളും രേഖകളുമാണിത്. ഈ ഡിജിറ്റൽ പബ്ലിക്കേഷനിൽ ഇതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ നിഗൂഢതയുടെ ഏറ്റവും അടിത്തട്ടിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും എന്താണ് ഈ അന്യഗ്രഹജീവികളുടെ അജണ്ട? ആരാണ് ഈ ഓപ്പറേഷൻ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ മെയിൻ വില്ലന്മാർ ദി ഗ്രേയ്സ് എന്ന് വിളിക്കപ്പെടുന്ന അന്യഗ്രഹ ജീവികളാണെന്നാണ് ബുക്ക് പറയുന്നത്. ഇവർ പെട്ടെന്ന് വന്ന് നമ്മളെ ആക്രമിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് കടുത്ത വഞ്ചനയിലൂടെയും മനുഷ്യരുടെ മനസ്സിലേക്ക് നുഴഞ്ഞു കയറിയുമാണിവർ പ്രവർത്തിക്കുന്നത്. അവർ ഉപയോഗിക്കുന്ന ആയുധം തോക്കുകളല്ല, നമ്മുടെ സ്വന്തം മനസ്സാണ്. പ്രധാനമായും 2 തരം അന്യഗ്രഹ വിഭാഗങ്ങളെക്കുറിച്ചാണ് ബുക്കിൽ പറയുന്നത്. അതിൽ
ഗ്രേസ് വിഭാഗത്തിന് വലിയ തലകളാണുള്ളത്. നമ്മുടെ റിസോഴ്സുകളും ജനിതക മാറ്റങ്ങളുമാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ റെപ്റ്റിലോയിഡുകൾ എന്ന് വിളിക്കുന്ന മറ്റൊരു വിഭാഗത്തിന് പാമ്പുകളുടേതുപോലുള്ള കണ്ണുകളാണുള്ളത്. അവർക്കാവശ്യം മനുഷ്യരുടെ വൈകാരിക ഊർജ്ജമാണ്. ഇവർ മനുഷ്യരുടെ ഇടയിൽ രൂപം മാറി ജീവിക്കുന്നുവെന്നും പറയുന്നുണ്ട്. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണല്ലേ? ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കോൺട്രാസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അന്യഗ്രഹജീവികൾ നമ്മുടെ സമൂഹത്തിലേക്ക് വളരെ സൈലന്റായി, സൈക്കോളജിക്കലായി നുഴഞ്ഞുകയറുമ്പോൾ പോൾ ബെനവിറ്റ്സ് എന്ന വിസിൽ ബ്ലോവർ ഇതിനെതിരെ നേരിട്ടുള്ള ഒരു സൈനിക ആക്രമണമാണ് സജസ്റ്റ് ചെയ്യുന്നത്. പോൾ ബെന്നവിറ്റ്സ് ഈ ഗൂഢാലോചനയ്ക്കെതിരെ എങ്ങനെയാണ് ഒരു ഒറ്റയാൾ പട്ടാളമായി മാറുന്നതെന്ന് നോക്കൂ. യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അവരുടെ ഡിഫൻസ് സിസ്റ്റത്തെ നിരന്തരം അറ്റാക്ക് ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ല രീതിയെന്ന് അദ്ദേഹം വാദിക്കുന്നു. ബേസിലേക്കുള്ള വാട്ടർ സപ്ലൈ കട്ട് ചെയ്തുകൊണ്ട് ഒരു ടാക്ടിക്കൽ സ്ട്രൈക്ക് നടത്താനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ദി ഡെൽസി വാസ് യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്ന ഒരു വാണിംഗ് ആണോ, അതോ വെറും ഒരു സയൻസ് ഫിക്ഷൻ കഥ മാത്രമാണോ? എന്തായാലും വളരെ സിനിമാറ്റിക് ആയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ ചോയ്സാണ്. ഈ വിഷയം കൂടുതൽ ചിന്തിക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.